മാർ റാഫേൽ തട്ടിന് കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തുകൊണ്ട് കർദിനാൾ സ്ഥാനം അന്ന് നൽകിയില്ല? എന്തുകൊണ്ട് പുതിയ പാപ്പ ലിയോ മാർപ്പാപ്പ എന്തുകൊണ്ട് ഇപ്പോൾ പരിഗണിക്കുന്നില്ല? ഉത്തരം വ്യക്തമാണ്. മേജർ ആർച്ച് ബിഷപ്പായ ഉടൻ തന്നെ ഈ പദവി ലഭിക്കണമെന്ന് ഒരിടത്തും നിയമമില്ല. മാർപ്പാപ്പയുടെ വിവേചനാധികാരമാണ് ഇതിൽ നിർണായകം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് കർദിനാൾമാരെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. വലിയ രൂപതകളുടെ തലവന്മാർക്ക് മുൻഗണന നൽകുന്ന പതിവ് രീതി മാറ്റി. സഭയുടെ അതിർത്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നവർക്കും ചെറിയ രൂപതകളിലെ ബിഷപ്പുമാർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തിരുന്ന കർമ്മങ്ങൾക്കുള്ള അംഗീകാരമായി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പാരമ്പര്യമായി കർദിനാൾ സ്ഥാനം ലഭിച്ചിരുന്ന പല രൂപതകളെയും ഒഴിവാക്കി പുതിയ ഇടവകകളിൽ നിന്നും പുതിയ രൂപതകളിൽ നിന്നുമൊക്കെ പ്രതിനിധികളെ കണ്ടെത്തുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അതിലൊരാളാണ് മാർ കൂവക്കാട്. അങ്ങനെ കർദിനാളായി മാർപ്പാപ്പ കണക്കാക്കാത്ത ഒരാളാണ് മാർ റാഫേൽ. ഇതാണ് ഈ മാർ കൂവക്കാടും മാർ റാഫേലിനും വ്യത്യാസം. റാഫേൽ പിതാവ് തൃശൂർ രൂപത മെത്രാനായിരുന്ന കാലത്ത്, അതിനുശേഷവും തെലങ്കാനയിലെ ശംഷാബാദ് രൂപതയുടെ ബിഷപ്പായിരുന്നപ്പോഴും വിശ്വാസികളെ വെറുപ്പിക്കുന്ന ഒരുപാട് നടപടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എടുത്ത ചില ഭരണപരമായ മണ്ടൻ തീരുമാനങ്ങൾ പ്രാദേശികമായ ചില ഗ്രൂപ്പുകൾക്കിടയിൽ വിമർശനങ്ങൾക്ക് തുടക്കമിട്ടു. അതിന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. സിറോ മലബാർ സഭയിലെ ഏകീകൃത കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട് മാർ റാഫേൽ തട്ടിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതൻ എന്ന് വിളിക്കപ്പെടുന്ന ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗത്തെ അദ്ദേഹം സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. വിമത വിഭാഗത്തിനെതിരെ കർശനമായ പുറത്താക്കൽ നടപടികൾ സ്വീകരിക്കാത്തതാണ് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കർദിനാൾ പദവി ലഭിക്കുന്നതിനുണ്ടായിരുന്ന ഏറ്റവും വലിയ തടസ്സം. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കം ഇപ്പോൾ സങ്കീർണമായ ഒരു ഘട്ടത്തിലെത്തി. അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്കും വൈദികർക്കും ഇടയിൽ മാർ റാഫേൽ തട്ടിന്റെ സമീപനത്തെക്കുറിച്ച് വലിയ നിരാശയുണ്ടെന്നത് വസ്തുതയാണ്. അത് കൂടുതൽ വിവരിച്ചിട്ട് കാര്യവുമില്ല, എല്ലാ അൽമയർക്കും അറിയാവുന്ന കാര്യം. വത്തിക്കാനും സിനഡും എടുത്ത തീരുമാനം നടപ്പാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹം കൂടുതൽ ആർജവം കാണിക്കണമായിരുന്നു. പക്ഷേ പലപ്പോഴും ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും വാചക കസർത്തിനും പിന്നാലെ പോയി സമയം കളയുന്ന കാഴ്ചയാണ് വിശ്വാസികൾ കണ്ടത്. ഇതാണ് യഥാർത്ഥ അൽമാരുടെ ഇപ്പോഴും അന്നും ഇന്നുമുള്ള ആരോപണം. ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന നല്ലൊരു വിഭാഗം വിശ്വാസികൾക്കും വൈദികർക്കും അതിരൂപതയിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടലുകൾ, സൈബർ ആക്രമണങ്ങൾ ഇതൊക്കെ നേരിടുന്ന വിമതരിൽ നിന്നും അപ്പോഴും രൂപത നേതൃത്വം ഒന്നും ചെയ്തില്ല. സഭാ നേതൃത്വം തങ്ങളെ സംരക്ഷിച്ചിട്ടേയില്ല, ഇപ്പോഴും സംരക്ഷിക്കുന്നില്ല എന്ന ബോധം അൽമായർക്കുണ്ട്. കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇടയ്ക്കിടെ പ്രഖ്യാപിക്കും. 6 മാസത്തിലേക്ക് കൂടുന്ന സിനഡിലും അത് എടുത്തിടും. പിന്നെ വ്യക്തമായ തീരുമാനമൊന്നും ഉണ്ടാകില്ല. പക്ഷേ പ്രായോഗികമായി ഒന്നും സംഭവിക്കുന്നില്ല. നിയമങ്ങൾ പാലിക്കുന്നവരെ പരിഹസിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഇതാണ് അടുത്ത ആരോപണം. മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ വിദേശ യാത്രകളെയും ജീവിതശൈലിയെയും കുറിച്ചുള്ള ചർച്ചകൾ സഭയ്ക്കുള്ളിൽ വീണ്ടും സജീവമാകുകയാണ്. പ്രത്യേകിച്ച് സഭ സാമ്പത്തികമായും അല്ലാതെയും വലിയ പ്രതിസന്ധി നേടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശ്വാസികൾക്കിടയിൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നത് സ്വാഭാവികം. എന്നാൽ അദ്ദേഹത്തിന്റെ യാത്രകളുടെ എണ്ണവും അതിനെ ചിലവാക്കുന്ന തുകയും അനാവശ്യമാണെന്ന് ഇപ്പോൾ അൽമയർ ആരോപിച്ചു തുടങ്ങിയിട്ടുണ്ട്. സഭയുടെ പ്രതിസന്ധി സമയം നിരവധി അനാവശ്യ യാത്രകൾ നടത്തി. വിശ്വാസികൾ ഇവിടെ വിശ്വാസ സമരം സെന്റ് മേരീസ് ബസിലിക്കയിൽ നടത്തുമ്പോൾ റാഫേൽ പിതാവും പാമ്പ്ലാനി പിതാവും കൂടി വത്തിക്കാനിലേക്ക് പോയി. സിറോ മലബാർ സഭ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒന്നായതിനാൽ വിദേശത്തുള്ള വിശ്വാസികളെ സന്ദർശിക്കാനും വിവിധ രൂപതകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമുണ്ടെന്നാണ് സഭാ നേതൃത്വത്തിന്റെ വാദം. അതങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷേ സ്വന്തം രൂപതയിലെ വിശ്വാസികളുടെ മനസ്സിലെ മുറിവ് ഉണക്കിയിട്ട് വേണ്ടേ മറ്റു രൂപതകളിൽ പോയി പനിനീര് തളിക്കാൻ? അതാണ് മാർ റാഫേൽ തട്ടിൽ പിതാവിനോടുള്ള ചോദ്യം. സ്വന്തം രൂപതയിലെ വിശ്വാസികളുടെ മനസ്സിൽ ആ മുറിവ് അത് വ്രണമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാത്ത ആളൊന്നുമല്ല മാർ റാഫേൽ തട്ടിൽ പിതാവ്. ചെയ്യേണ്ടിയിരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് ഒരു അയവ്, അല്ലെങ്കിൽ വിശ്വാസികൾക്കൊരു ഉറപ്പ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ സെന്റ് മേരീസ് ബസിലിക്കയിൽ 60 ദിവസത്തിലധികം 70 ദിവസത്തോളം വിശ്വാസ സമരം നടത്തി വന്ന വിശ്വാസികളെ ഒന്ന് കാണാനെങ്കിലും മനസ്സ് തോന്നിയിരുന്നെങ്കിൽ ഈ സമരം ഇത്ര നീണ്ടുപോകില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അടുത്ത പടിയായി ഉദയംപേരൂർ പള്ളിയിലെ ഇടവകരുത രാപ്പകൽ സമരവുമായി രൂപതയുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഈ മെത്രാന്മാർ വിളിച്ചു വരുത്തിയത് തന്നെയാണ്.